എന്നൊക്കെ പറഞ്ഞില്ല, ഒടുക്കത്തെ വെയില. ശരവണ ഭവൻ എന്നാ ഫുഡ് കഴിച്ചു. പക്ഷേ അതാ ചെണ്ട മോനെ ശിഖണ്ഡി. ആ എന്നാൽ പിന്നെ ഏതായാലും ഊഞ്ഞാലുണ്ട്, എന്നാൽ പിന്നെ അതാടിയിട്ട് അങ്ങ് പോവാ. ആഹാ, ടൗണിൽ മാത്രമേ റൂം എടുക്കാവൂ. ഞാൻ പാടം പിടിച്ച്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ റൈഡ് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റും. തംബ്നെയിൽ കണ്ടിട്ടൊന്നുമല്ല. ടുഡേ വി ആർ റൈഡിങ് ടു കൊള്ളി ഹിൽസ്. ടൈമിപ്പോൾ രാവിലെ 5:53 6 മണിയാവാനായി. ഇന്നെന്തോ ഭാഗ്യത്തിന് നേരത്തെ എണീച്ച് പരിപാടിയും കാര്യങ്ങളിൽ ഇറങ്ങിയിട്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ പറ്റി. നമുക്ക് ഏകദേശം ഒരു 390 കിലോമീറ്റർ ഉണ്ട് കൊള്ളി ഹിൽസിലേക്ക്. എങ്ങനെയാ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അവിടെ എത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ എങ്ങനെ പോയാലൊരു 800 കിലോമീറ്റർ അടുത്ത് വരും. അത് വണ്ടി പിടിക്കാൻ പറ്റൂലേ അറിയില്ല, നോക്കണം. എല്ലാം കഴിഞ്ഞ് എപ്പോഴെങ്കിലും എന്തെങ്കിലും എൻ്റെ കൂടി മറന്നു പോകും. ഫോണ് മാപ്പ് വെക്കാൻ മറന്നുപോയി. പിന്നെയും വണ്ടി സൈഡാക്കി റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ മറവി. അപ്പോൾ സമയം ഇപ്പോൾ 6 മണിയായി. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 375 കിലോമീറ്റർ ഉണ്ട്. സോറി, നേരത്തെ പറഞ്ഞത് മാറി. 3 റൂട്ടുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാനിന്ന് ഈ റൂട്ടാണ് പിടിക്കുന്നത്. കൊല്ലങ്കോട് റൂട്ട് ഞാൻ പിടിക്കുന്നില്ല. അത് നമുക്ക് കൊല്ലങ്കോട് പളനി റൂട്ട് ഞാൻ എടുത്തിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ട്രിപ്പ് ആ റൂട്ട് പിടിക്കാം. ഗൈസ്, രാവിലെ 6:10 സമയം. റോഡിലുള്ള ബ്ലോക്ക് നോക്ക്, എന്ത് ബ്ലോക്കാണെന്നറിയുന്ന റോട്ടിൽ. ഇതെന്ത് ഓണത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്രയും ബ്ലോക്ക് രാവിലെ തന്നെ? ആളുകൾക്ക് ഒന്ന് ഉറക്കമില്ലെന്ന് തോന്നുന്നു. അതിന് സൺഡേ ഒന്നുമില്ല. പിന്നെ എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ പോലീസ് വരെ നിൽക്കുന്നുണ്ട്. അതെന്തിനാണാവോ? ഏതെങ്കിലും മന്ത്രിമാരാ VIP മാരങ്ങ് പോകുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഞാൻ നൈസായിട്ട് വണ്ടി ഓഫ് ചെയ്ത് വെച്ചു. എക്സോസ്റ്റ് ചിലപ്പോൾ സീനാവും. ഞാനൊരു ധൈര്യത്തിന് DB കില്ലർ കയ്യിൽ കരുതിയേക്ക്. കേരള പോലീസിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. പക്ഷെ തമിഴ്നാട് പോലീസിൻ്റെ അടുത്ത് അങ്ങനെയല്ല കാര്യം. നമ്മൾ ചാലക്കുടിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. പൊട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് പൊട്ട പാലിയേക്കര ടോളിൽ എത്താറായി. ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ഓടി. പിന്നെ ഈ എക്സോസ്റ്റ് വെച്ചിട്ടില്ലേ, വേറെ മൂടാട്ടാ. ഇപ്പൊ റോട്ടിലുള്ള തിരക്കും കാര്യങ്ങളും പോയിട്ടാ. മഴ പെയ്യാണ്ടിരുന്നാൽ മതി. പാലക്കാട് കഴിയുന്നവരെ സീനുള്ളൂ, പിന്നെ മഴ ഉണ്ടാവില്ല. പിന്നെ കൊള്ളി ഹിൽസ് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ചായ കുടിക്കണം എവിടെയും കാണുന്നില്ല. നമ്മള് തൃശ്ശൂരെല്ലാം കഴിഞ്ഞ് ഏകദേശം വടക്കാഞ്ചേരി എത്താറായി. വടക്കാഞ്ചേരി ചായ കുടിക്കാൻ ലേറ്റ് ആക്കൂല എന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നത്. പണ്ടൊരു സ്ഥലത്ത് പോലും ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന കാണുന്നില്ല. ഈ മഴ കാരണമാണ്, നാശം പിടിച്ച മഴ. മേല് മൊത്തം ചളിയാകുന്നു, അതല്ല ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ കുതിരാൻ അത് കൊള്ളാം. കുതിരാൻ്റെ അപ്പുറത്ത് മഴ പെയ്യുന്നത്, ഇപ്പുറത്ത് മഴയില്ല.
ഇവിടെ കയറാം. അങ്ങനെ നൈസായിട്ടൊരു ചായ കുടിക്കും. ചായ പറയാം, ഒരു കോഫി. നമ്മളിപ്പോൾ ഏകദേശം 291 കിലോമീറ്ററിന് ബാക്കിയുണ്ട്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് കാണാം ബാക്കി. ഓക്കെ, അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായി. സമയം 7:15. പക്ഷെ കുറേ സമയമായ പോലെ ഫീൽ ചെയ്യുന്നു. ഇനി നമുക്ക് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് നല്ല ഉഷാറായിട്ടൊരു തമിഴ്നാടൻ ഫുഡ് കഴിക്കാം. ദോശയും അങ്ങനെയുള്ള വല്ല ഫുഡും. കേരളം വിടാം. ലെറ്റ്സ് ഗോ. Guys, I don't know how these guys have managed ride without any gears. ഒരു സേഫ്റ്റി ഗിയറും ഇല്ലാണ്ട് എങ്ങനെ ഇവർക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഗായ്സ്, മഴക്കാറ് കണ്ടാ? പക്ഷെ എൻ്റെ മോനെ, എന്താ ചെയ്യാലേ, നല്ല വെയിലേനു. ഇതിപ്പോൾ നമ്മളെ ടെൻഷനാക്കാനായിട്ട് മഴക്കാറ് വന്ന്. മഴക്കാരനെ പാസ് ചെയ്യട്ടെ പെട്ടെന്ന്. ഓക്കെ, മഴ പെയ്ത് കോട്ടിടാൻ പോയി. ഇവിടെ കയറി നിൽക്കാം. ചേട്ടാ അടിക്കണ്ട, മഴ പെയ്തോണ്ട് കയറിയതാ. പാവം, പെട്രോൾ അടിക്കണമെന്ന് വിചാരിച്ച് ഓടി വന്നു. ഒരു കാര്യം, അപ്പുറം പോയി നിർത്താം. ഒരവസ്ഥ നോക്കണം. ഇപ്പം നോക്ക്, മഴ പോയി. പണ്ടായിരുന്നതിനായിട്ട്. അപ്പം ഞാനൊന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് വരാം ഗൈസ്. മഴ പെയ്തിട്ട് എനിക്കിത് മഴ കൊള്ളാൻ മടിയായിട്ടൊന്നുമല്ലേ ഗൈസ്. ഫോണും കാര്യങ്ങളും മാപ്പെല്ലാം കണക്ട് ചെയ്തു. അപ്പോൾ അതെല്ലാം ഒരു ചടങ്ങാണ്. എന്നാൽ പിന്നെ ഏതായാലും ഊഞ്ഞാലുണ്ട്, എന്നാൽ പിന്നെ അതാടിയിട്ട് അങ്ങ് പോവാം. പമ്പെന്ന് മിക്കവാറും എന്നെ ഇറക്കി വിടും ഇപ്പോൾ. ആഹാ, ഓഹോ, ആഹാ, സൂപ്പർ. മതി, പുറം വേദനയാന്നിട്ട്. ഏതോ സ്ഥലം, പാലക്കാട് തന്നെ. ഇത് പാലക്കാട്. കേരളം കഴിഞ്ഞില്ല. കേരളം കഴിഞ്ഞാലേ ഈ മയസാറിനൊരു അടക്കം ഉണ്ടാവുള്ളൂ. ഓക്കെ, മഴ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കലമ്പ്ര. താക്കോല് കണ്ടില്ല. പോയി പണ്ടാരം. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കയ്യെല്ലാം ഡമ്മിയായ പോലെ. കയ്യിനെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ആകെ വണ്ടി ഓടിക്കാൻ മാത്രമേ പറ്റുള്ളൂ.
ഗൈസ് നമുക്കിനി 265 കിലോമീറ്ററും കൂടിയുണ്ട്. 265 കൂൾ. 5 മണിക്കൂർ 42 മിനിറ്റാണ് കാണുന്നത് മാപ്പിൽ. ഈ ഭാഗത്തൊക്കെ ഇനി റോഡ് പണി കഴിയാൻ ബാക്കിയുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ബാംഗ്ലൂർ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ. സെയിം റൂട്ടാ. സെയിം റൂട്ട് മീൻസ് കോയമ്പത്തൂർ വരെയാന്ന് തോന്നുന്നു സെയിം റൂട്ട്. പിന്നെ റൂട്ട് മാറും. നമ്മൾ പറഞ്ഞില്ലേ ഈ റോഡ് വഴിയാ പോകുന്നത്. ഈ റോഡ് വഴി പോവായിരുന്നു, സേലം വഴി പോവായിരുന്നു, പിന്നെ പളനി ആ വഴി പോവായിരുന്നു. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് ഈ റോഡ് വഴി പോയിട്ട് വരുമ്പം പളനി വഴി വരാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് സീനറി റോഡാണ്. നമ്മൾ ഏകദേശം ഇപ്പം വാളയാർ എത്താറായിട്ടാ. വാളയാർ എൻ്റെ അമ്മോ, അപ്പുറത്തൊരു കിടിലൻ വ്യൂ, അൺഎക്സ്പെക്റ്റഡ് വ്യൂ. പക്ഷെ മരങ്ങളോണ്ട് കാണുന്നില്ല. ഒരു സെക്കൻഡ് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? സെറ്റപ്പ് വ്യൂ. കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് കയറി. സമയം 8:20 പക്ഷെ ഇപ്പൊ തന്നെ റോഡിൽ നല്ല തിരക്കായി. നമ്മള് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ തമിഴ്നാടെത്തി. സ്ഥലത്തിന്റെ പേര് നവക്കറൽ. നല്ല വെയിൽ വന്നു തുടങ്ങിട്ടോ. ഇനിയൊരു 235 കിലോമീറ്റർ കൂടി ഉണ്ട്. കൂടിയുണ്ട് എന്ന് പറഞ്ഞായിരിക്കും അത് കുറച്ചാന്ന്. ഒരു 10 മണിയല്ല കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് മൈലേജ് കിട്ടുന്നത് 27.7 വിത്ത് BMC എയർ ഫിൽട്ടർ പ്ലസ് റെഡ് റൂസ്റ്ററിന്റെ എക്സോസ്റ്റ്. ഒരു 2-2.5 കിലോമീറ്ററിന്റെ ഡ്രോപ്പ് ഉണ്ട് മൈലേജിന്. അതെന്തായാലും ഉണ്ടാവും, കാരണം പെർഫോമൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ത്രോട്ടിൽ റെസ്പോൺസും ആക്സിലറേഷനും അടിപൊളിയായിട്ടുണ്ട് വണ്ടീൻ്റെ. നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ലെഫ്റ്റ് എടുക്കുന്നതിന്. നേരെ പോയാൽ സേലം. ഇതല്ലേ ഏതോ സ്ഥലം. വണ്ടിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാതെ ചെറിയ പിള്ളേർ വരെ നോക്കുന്നുണ്ട്. അയ്യോ, ഇതെന്റെ വൈഫ് കേട്ടാൽ എന്നെ പഞ്ഞിക്കിടും. Let's go. കണ്ട ഒരു വേടലകളെ കണ്ട. ഇതെന്തൊരു നമ്മളാ ഹൈവേ കൂടി നേരെ പോയാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതായിരിക്കും റൂട്ട് എന്നാ. എന്നിട്ട് നൈസായിട്ട് ഇങ്ങോട്ടേക്ക് കയറ്റിച്ചുണ്ട് എന്നാ. ഇതെന്ത് പണ്ടൊരു ഹൈവേയിലോട്ട് കയറാനാ മാപ്പ് പറയുന്നു. പക്ഷേ ഹൈവേയിലോട്ട് കയറാൻ വഴി കാണുന്നില്ല.
പടച്ചോനെ. RTO ചെക്ക് പോസ്റ്റ്. RTO മാമന്മാർ കാണാത്ത ഭാഗ്യം. അങ്ങനെ ഹൈവേ കയറി. ഓ, ഇവിടെ ബ്ലോക്കാ റോഡ്. അഞ്ച് മണിക്കൂറാണ് റണ്ണിങ് ടൈം കാണുന്നത്. 1:30 അവിടെ എത്തുമെന്ന് പറഞ്ഞു. 1:30 ഉച്ചക്ക്. അതൊരു വല്ലാത്തത്തിലായി പോകുമല്ലോ. നമ്മളെ വൃത്തി കിട്ട റോട്ടിൽ കയറി. ആ സിംഗിൾ ലൈൻ റോഡ്. ഏതൊക്കെയോ റോഡ്. ഇവിടെ എത്തി. സ്ഥലം കർപ്പകം അക്കാഡമി ജംഗ്ഷൻ എത്തി. ഇതല്ല ഏതോ സ്ഥലം. ഞാൻ ബാംഗ്ലൂർ പോകുന്നൊരു ഈ സിഗ്നലിൽ കിട്ടിയിരിക്കുന്നു. അതാ ചെണ്ടമോനെ. ശിഖണ്ഡി. ആ കൈമുട്ടൽ പറയാൻ മറ്റ് മണേന്നുണ്ട്. അടുത്ത സൈഡ് ഇങ്ങോട്ട് വരുന്നുണ്ടാ. പേടിയാ. നമ്മളിപ്പോൾ ടോട്ടൽ 170 കിലോമീറ്റർ ഓടി ഗൈസ്. 170 216 കാണുന്നുണ്ട്. 270 ആ റെഡിയാ. നമുക്കൊരു 200 കിലോമീറ്റർ ആയിട്ട് നമുക്കൊരു റെസ്റ്റ് എടുക്കാം, എന്നിട്ട് പോകാം ഗായ്സ്. എനിക്ക് എക്സോസ്റ്റിന്റെ കാര്യം തന്നെയാ പറയാൻ വരുന്നുള്ളൂ. എന്ത് രസമാണെന്നറിയോ ഇങ്ങനെ ഓടിക്കാനായിട്ട്. ഇത്രയും കാലം ഞാൻ ഓടിച്ച എൻ്റെ വണ്ടിയേ പോലെ തോന്നില്ല എനിക്ക് എക്സോസ്റ്റ് വെച്ച് ഓടിക്കുമ്പോൾ. എന്തൊരു ഫീലാ. ഈ റോഡിന് ഒരു 20 എത്രയോ കിലോമീറ്റർ കൂടി ഉണ്ട്. ഇത് കുറച്ച് ഡേഞ്ചറാ റോഡ്. ഏതോ കാലിൻ്റെ ഇടയിൽ ഏതോ ലോറിൻ്റെ ഇടയിൽ സിഗ്നലിൽ പേടിയത്. പക്ഷെ നല്ല തണല. ബാറ്ററിയിൽ 19% ഉള്ളു. അപ്പം നമുക്ക് എന്തായാലും ബ്രേക്ക് എടുക്കാൻ ടൈമായി. ബാറ്ററി ചേഞ്ച് ചെയ്തിടണം. മൈക്ക് കുറച്ചുകൂടി എത്തുമായിരിക്കും. ഒരു 50% എങ്കിലും ബാക്കി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്കിനി 206 കിലോമീറ്റർ 206 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. സമയം 8:58 9 മണിയായി ഏകദേശം. So far so happy, so good, no tiredness. ചൂടെന്നൊക്കെ പറഞ്ഞല്ലേ, നരകം പോലത്തെ ചൂടാട്ടാ. മാപ്പിൽ ടെമ്പറേച്ചറും കൂടിയും കാണിക്കുമെങ്കിൽ സെറ്റ് ചെയ്യണം. ഫുഡ് കഴിക്കുക ഗൈസ്. നമ്മൾ ബാംഗ്ലൂർ പോകുന്നേരം നിർത്തിയ സെയിം സ്പോട്ടാണ് ഇത്. വാട്ട് എ ബ്യൂട്ടി. 177 കിലോമീറ്ററും കൂടിയാണ് ഇനി കാണുന്നത്. ഇനി ഏതായാലും ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കട്ടെ, ബാറ്ററിയും കാര്യങ്ങളെല്ലാം മാറട്ടെ, സെറ്റാകട്ടെ. നമ്മളിപ്പോൾ ഒരു 1:18 അവിടെ എത്തും എന്നാണ് കാണുന്നത്.
177 കിലോമീറ്റർ. ടോട്ടൽ നമ്മൾ 219 കിലോമീറ്റർ ഓടി. റീഫ്യൂൽ ചെയ്യാനായിട്ടുണ്ട്. 3 ഘട്ടം എണ്ണയാണ് ബാക്കിയുള്ളൂ. 220 കിലോമീറ്റർ ഓടി, 3 ഘട്ടം എണ്ണ ബാക്കി. വിത്ത് റെഡ് റോസ്റ്റർ. മൈലേജ് കുറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ അതൊരു മേജറായിട്ട് നമുക്കത് തോന്നുന്നില്ല. കാരണം 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 15 ലിറ്റർ എണ്ണയിൽ ഒരു 30 കിലോമീറ്ററിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും ഫ്യൂൽ റേഞ്ചിൽ. മാത്തമാറ്റിക്സ്. വെയിറ്റിംഗ് ഫോർ ദോശ ഫ്രം ശ്രീ ശരവണ ഭവൻ. ഓക്കെ, അങ്ങനെ ദോശ എത്തി. ഒരു ക്രിസ്പി കുറവുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ്, വെയിലെന്നൊക്കെ പറഞ്ഞില്ല, ഒടുക്കത്തെ വെയിലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ശരവണ ഭവൻ എന്നാണ് ഫുഡ് കഴിച്ചത്. പക്ഷേ 118, അത്ര ചെറിയൊരു എമൗണ്ട് മാത്രമേ ആയിക്കുള്ളൂ. 118 ആയിക്കുള്ളൂ. ഒരു മസാല ദോശ മാത്രം കഴിച്ചു. ഒരു മസാല ദോശയും ഒരു ഫ്രൂട്ടിയും ചെറിയൊരു 10-ൻ്റെ. കുഴപ്പമില്ല. പക്ഷെ ഇനി ഞാൻ ഫുഡ് അവിടെ എത്തിയിട്ടേ കഴിക്കുള്ളൂ. നല്ല ചൂടാണ്. പിന്നെ വേർക്കുകയും ചെയ്യുന്ന മറ്റേ ഇതും വരും, എന്താ പറയുക, ഉറക്കം വരും. ഞാനെല്ലാം പറയുന്നത് തന്നെ ഉറക്കം വരും. അപ്പോൾ ഏതായാലും നമുക്ക് വിടാം. 200 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതും കൂടിയും കവർ ചെയ്ത് പിടിക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി 156 കിലോമീറ്ററും കൂടി ഉണ്ട്. നമ്മളെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇന്നവിടെ സ്റ്റേ ചെയ്യും എന്തായാലും. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ജസ്റ്റ് 1-2 സ്ഥലത്ത് മാത്രം പോയിട്ട് തിരിച്ചു വരുന്നത് ശരിക്കും നഷ്ടമല്ലേ. അപ്പൊ ഇന്നവിടെ ക്യാഷ്ലെസ് ആയിട്ട് 1-2 ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ എമൗണ്ടേ ഉള്ളൂ, നല്ല ഹോട്ടലാണ്, AC കാര്യങ്ങളും എല്ലാം ഉള്ള 2 ഹോട്ടൽ ഒരു സേഫ്റ്റിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ നേരെ ലൊക്കേഷൻ അവിടത്തേക്ക് ഇടാം. ഇനി നമുക്ക് നേരെ നാമക്കലിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പൊ നാമക്കൽ വിടാം. നാമക്കലിൽ നിന്ന് പിന്നെ ഒരു 45 കിലോമീറ്റർ എങ്ങനെയാണ് ഇവിടത്തേക്കുള്ളത്, കൊള്ളി ഹിൽസ്. അത് ഞാൻ വിചാരിക്കുന്ന നാളെ രാവിലെ ഏർലി മോർണിംഗ് പിടിക്കാം. എന്നിട്ട് നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് നൈസായിട്ട് തിരിച്ച് റിട്ടേൺ പോവാം. ഇന്ന് നാമക്കല്ല് അവിടെ എത്തി ജസ്റ്റ് ഒന്ന് ഹോട്ടലിൽ കയറി ഒന്ന് ഫ്രഷായി അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടിലൊക്കെ നമുക്കൊന്ന് പോവാം. അടുത്ത് എന്തൊക്കെയോ സ്പോട്ടെല്ലാം ഞാൻ മാപ്പ് നോക്കിയാലും കണ്ട്. ഏതായാലും നോക്കാം. ഹോട്ടലിലേക്ക് ഇനി 155 കിലോമീറ്റർ ഉള്ളു. ഈ വെയില് താങ്ങാൻ പറ്റാണ്ട് ഹെൽമെറ്റിന്റെ സൺവൈസറും പോരാഞ്ഞിട്ട് ഞാനൊരു കൂളിംഗ് ഗ്ലാസും വെച്ചു. അത്രയും വെയിലുണ്ട്. പെട്രോൾ കുറച്ചുകൂടി കഴിഞ്ഞടിക്കാം. ഫുൾ ടൈം കടിച്ചിട്ട് 222 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇനി കുറച്ച് ദൂരം പിടിക്കാല്ലേ. നമ്മള് സുള്ളിപ്പാളയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിപ്പോ. ഇവിടുന്ന് ഇനി ഒരു 115 കിലോമീറ്റർ കൂടി ഉള്ളൂ. നല്ല വീതിയുള്ള റോഡാ, പക്ഷെങ്കില് ക്രോസ് വിൻഡ് ഉണ്ട്, നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഞാൻ അധികം ഓവർ സ്പീഡിലൊന്നുമല്ല, ഒരു 100 kph പോകുന്നുള്ളൂ. നാമക്കലെത്തിയിട്ട് KTM ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണം ഗൈസ്. എനിക്കിതിന്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട്. ഓയിലിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഓയിൽ മാറാനൊന്നുമില്ല, ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും ചിലപ്പോ. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ
ടോട്ടൽ ഒരു 286 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത്. ഇനി ഒരു 88 കിലോമീറ്ററും കൂടി. സമയം 11 മണി രാവിലെ. ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു 88 കിലോമീറ്റർ കവർ ചെയ്യുന്നതാണ് മാപ്പ് മോള് പറയുന്നത്. പെട്രോൾ അടിക്കാനായി. വാണിങ് കത്തിയിട്ട് ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ ആയിട്ട് കൂടി. 100 കിലോമീറ്റർ ബാക്കി റേഞ്ച് കാണുന്നുണ്ട്. അപ്പം മൈലേജ് ഷോർട്ടൊന്നും ഇല്ല കേട്ടാ. ഇവിടെ ഒരു പമ്പിൻ്റെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അടിച്ചിട്ട് അങ്ങ് പോവാം. കൊള്ളി ഹിൽസിനെ പറ്റിയാണ് പിന്നെ പറയാനുള്ളത്. അത് ഞാൻ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പവർ എടുക്ക, പവർ 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 പെട്രോൾ. പവറില്ല. കൊള്ളി ഹിൽസ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഞാൻ ഗൂഗിൾ നോക്കിയാൽ എന്തോ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചുരം കൊള്ളി ഹിൽസ് ആണെന്നാണ് ഞാൻ കണ്ടത്. 70 ഹെയർ പിൻ ഉണ്ട് കണ്ടിന്യൂസ്. 40-50 കിലോമീറ്റർ അങ്ങനെ അതുണ്ട്. അപ്പം നമ്മളെ വയനാടുള്ള താമരശ്ശേരി ചുരത്തിനേക്കാളൊക്കെ വലുതാണെന്ന് അത് പറയുന്നത് ആ ചുരം. പവർ പെട്രോൾ, പവർ. പവർ പവർ ഫുൾ ടാങ്ക്. ആ ആ പോതു പോതു. അങ്ങനെ പെട്രോൾ അടിച്ചു. സെക്കൻഡ് ഫുൾ ടാങ്ക് 1200 സംതിങ് ആയി. 11 ലിറ്റർ കയറി. 4 ലിറ്റർ ഇപ്പം ഇതിൽ ബാക്കിയുണ്ട്. ഇപ്പം 400 കിലോമീറ്റർ കാണുന്നുണ്ട് റേഞ്ച്. ഈ സ്ഥലത്തിന്റെ പേര് കേൾക്കണ, വളയ കാരണൂർ. ഫുള്ള് ഗ്രാമ. കുറെ മലകളും കാണുന്നുണ്ട് അവിടെ ഇവിടെ എല്ലായിട്ട്. കാറെല്ലാം ഭയങ്കര കൺഫ്യൂസ്ഡാ. ലോറിക്കാർ കാരണം എങ്ങനെ പോകുന്നു. വാവ്, ലാൻഡ്സ്കേപ്പ് നോക്കി. ഈ പമ്പ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇത് തന്നെ അല്ലേ? ആ ഇത് തന്നെ. നമ്മളെ ചേച്ചിമാരെ കണ്ട പമ്പ് ബാംഗ്ലൂർ പോകുന്നേരം. ഇനി സ്വല്പം ബ്രേക്ക് ആവാം. ഇവിടെ ഫുൾ അടിച്ചുപൊളി പാട്ടുമല്ലാണല്ലോ. ഇനി 55 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. 55 കറക്റ്റ് 1 അവർ 55 കിലോമീറ്റർ ഓടാൻ. ഓ, ബാംഗ്ലൂർ റൂട്ടൊക്കെ ഇത് തന്നെ അല്ലേ? അപ്പൊ ഞാൻ ഈ വഴിക്ക് തന്നെയാ ബാംഗ്ലൂർ പോയേ. ബാംഗ്ലൂർ പോയ വഴി ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ റൂട്ട് സെലക്ട് ചെയ്തത്. അപ്പൊ നോക്കുന്നേരം സെയിം ആ വഴി തന്നെ. എന്താ ചെയ്യാ? ആ ഒരു വൈറ്റ് സാധനം കണ്ടോ? അതെന്താ പള്ളിയാണോ? ഞാൻ അങ്ങനെ ദൂരേന്ന് കണ്ടേരം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പള്ളിയാണോ പാലസ് ആണോ? ഓ, സെറ്റാണല്ലോ.
റിസർച്ച് ഫൗണ്ടേഷൻ എന്നാ ബോർഡ് കാണുന്നത്. പള്ളിയല്ല, എന്തോ ഗവൺമെന്റ് ബിൽഡിംഗ് അങ്ങനെ. അത് ഇത് വീടാന്ന് തോന്നുന്നു. ഭയങ്കര മടുപ്പ് പിടിച്ച ഹൈവേ ആട്ടാ. നമുക്ക് എന്തായാലും തിരിച്ച് മറ്റേ റൂട്ട് എടുക്കാം. പളനി തേനി റൂട്ട്, ആ റൂട്ട് കിട്ടുമോ നോക്കാം തിരിച്ചു പോവാന്. ഒന്നാമത് ഒടുക്കത്തെ ചൂടും നല്ല കാറ്റും നല്ല വെയിലും, ഒറ്റ ഇരുത്തം തന്നെ, വേറെ ഒരു പരിപാടിയില്ല. ഫ്രണ്ടിന്ന് 2 ഡീവിയേഷൻ ഉള്ള റോഡ് കാണുന്നുണ്ട്. വേണ്ട, ഇനി ഏതായാലും എത്താനായി. 39 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. വെറുതെ റിസ്ക് എടുക്കണ്ട. കിടിലൻ സ്ഥലങ്ങളാ. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെല്ലാം എങ്ങനെ ജീവിക്കുന്നത് നീ ആലോചിക്കുന്നത്? ഈ ചൂടത്ത് ഗൾഫിലേറ്റം പോയ പോലുണ്ട്. ഓ, ഇതെന്ത് റോഡാ? ഇങ്ങോട്ട് തന്നെ അല്ലേ? റിംഗ് റോഡ് പോലുണ്ട്. പണ്ടാരം വഴി തെറ്റിയ. ഷടാ, ഇതെല്ലാം അപ്പുറത്ത് ആ റേറ്റ് തന്നെ എടുക്കണ്ട. ഈ മാപ്പ് എപ്പോ ഉള്ള പരിപാടി ഇത്. മാരുതിൻ്റെ എല്ലാം സർവീസ് സെന്റർ ഏത് കാട്ടിപ്പോയാലും ഉണ്ടാവും. ATM ഒരു സർവീസ് പോയിട്ട് ഒരു സെയിൽസിന്റെ ഷോറൂം പോലും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കുട്ടാപ്പിയുടെ 1-2 ആൾക്കാർ ചോദിച്ചു. കുട്ടാപ്പിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കുട്ടാപ്പി മീൻസ് എൻ്റെ വൈഫ്. അവൾ ഇന്നും ഇല്ല, കാരണം ഈ മാസം അവൾ നല്ല ബിസിയാണ്. വർക്ക് കാര്യങ്ങളായതുകൊണ്ട് വർക്ക് ഈ മാസം കുറച്ച് നല്ല ബിസി ഷെഡ്യൂളാണ്. അപ്പം ഞങ്ങൾ എന്തായാലും നെക്സ്റ്റ് മൈസൂർ പിടിക്കും. അതിലെന്തായാലും കുട്ടാപ്പി ഉണ്ടാവും, ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞേക്ക്. എന്നെ മനസ്സില്ല മനസ്സോടെ ഇന്ന് ഒറ്റ പറഞ്ഞയച്ചത്. പിന്നെ ആളുണ്ടെങ്കിൽ കുറെ കണ്ടീഷൻസാ. ഞാനിപ്പോൾ ഒരു 500 കിലോമീറ്റർ ഒരു ദിവസം റൈഡ് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 5 സ്റ്റോപ്പ് എടുക്കുമെങ്കിൽ അവളുണ്ടെങ്കിൽ അതൊരു 10-12 സ്റ്റോപ്പ് എന്നെ കൊണ്ടിടിപ്പിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിലിരിക്കുന്ന ആളെ അവസ്ഥ തന്നെയാണ്. ഓടിക്കുന്ന ആളെ സീറ്റിംഗ് കംഫർട്ട് എന്തായാലും പില്ലിയൻ ഉണ്ടാവില്ലല്ലോ. ലോറിക്കാരെല്ലാം പോകുന്ന പോക്ക ഇത്. ഇതെന്താ സംഭവം ഇത്? നമ്മളെ കൊന്നുകളയുന്ന പോലെയാണല്ലോ ഓരോരുത്തന്മാര് ഡ്രൈവ് ചെയ്യുന്ന. ഇത് ഏതോ ടൗണാ, ഞാൻ പറഞ്ഞുതരാം. രംഗപുരം. നമ്മുടെ രംഗാണ് എൻ്റെ സ്ഥലം തോന്നല്ലോ. ബൊലേറോ കണ്ടിട്ട് വിചാരിച്ച് മറ്റേ ഫോറസ്റ്റ് കാറ വണ്ടി ആയിരിക്കുന്നു. പിന്നെ RTOൻ്റെ ബോർഡ് കൊണ്ടുവരാണ് ഒന്ന് സൗണ്ട് കുറച്ചത്. രക്ഷപ്പെട്ട്. തമിഴ്നാട് RTO എന്നെല്ലാം പറഞ്ഞല്ലേ, കേരള വണ്ടി കണ്ടാൽ പിന്നെ വിടൂല. അത് തമിഴ്നാട്ടിൽ വരുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മളെന്തെങ്കിലും ഒഫൻസിന് പിടിച്ചു കഴിഞ്ഞാൽ ചിലന്മാരാണ് നന്നായിട്ട് കളിപ്പിച്ച് കളയും. എന്തിനും ഒഫൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 10-20 അങ്ങനെ അവർക്ക് കൊടുക്കേണ്ട ഒരു ചില്ലറ. സംഗതി വിഷയം ടൗണാ, പക്ഷേ ട്രാഫിക് ഉണ്ട്, തിരക്കുണ്ട. വണ്ടികളൊന്നും അത്രയില്ല, പക്ഷെ ഈ ഉള്ള വണ്ടിക്കാരിൽ എന്തോ ഒരു രീതിയിലാണ് ഓടിക്കുന്നത്, കണ്ണും മൂക്കും ഇല്ലാണ്ട്. വലിയൊരു മലയുടെ ഇടയിലാണല്ലോ ഈ ടൗണ് മുമ്പിലുള്ളത്. അപ്പം നമ്മളെ ടെറൈൻ ചെറുതായിട്ടൊന്ന് മാറാൻ പോകുന്നത് തോന്നുന്നു. മലകളും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങി. ഇനി ഒരു 30 കിലോമീറ്റർ, അരമണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വലിയ കുന്നാലേ, വലിയ പാറയാ കാണുന്നത് കുന്നിന്റെ മേലയില്. ചെന്നൈ റൂട്ടാണല്ലോ ഇത്, മധുര അങ്ങോട്ട് ചെന്നൈ ഇങ്ങോട്ട്.
ഇപ്പുറത്ത് മൊത്തം റെസിഡൻസ് ഏരിയ, അപ്പുറത്ത് മൊത്തം പാറ കുന്ന്. ഓടിപ്പിടിക്കട്ടെ. ഇതാ കണ്ട് KTM സർവീസ് കണ്ട്. അപ്പുറത്തതാ. ഒരു കാര്യം ചെയ്താലോ, ഓയിൽ ചെക്ക് ചെയ്തിട്ട് അങ്ങ് പോവാ. ഇനിയിപ്പോൾ ആടെ എത്തിയിട്ട് പിന്നെയും പോകണ്ടല്ലോ. ഏതായാലും കൺമുമ്പിലൊന്ന് കണ്ട്. ഓയിൽ ലെവൽ മാത്രം ചെക്ക് ചെയ്യാനുള്ളൂ, വേറെ സീനൊന്നുമില്ല. കൊഞ്ചം ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. ഓക്കെ. ചെക്ക് ചെയ്തായിരുന്നു 5 മിനിറ്റ്. അപ്പോൾ ചെക്ക് ചെയ്യട്ടെ, നമുക്കപ്പോഴേ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അങ്ങനെ കഴിച്ച് ആ ടെൻഷൻ അങ്ങ് മാറി. ഓയിലുണ്ട്, ഓയിൽ കറക്റ്റ് ഹാഫിൽ തന്നെ നിൽക്കുന്നുണ്ട്. പഴയ ഡ്യൂക്ക് 390 എല്ലാം ഓരോ കംപ്ലൈൻറ്റുമായിട്ട് വരുമ്പോൾ എനിക്ക് ശരിക്കും പേടിയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ അനുഭവിക്കും എന്നുള്ളത്. ഏതായാലും നോക്കാം. വണ്ടിയല്ലേ, നമ്മൾ നോക്കുന്ന പോലിരിക്കും വണ്ടിയുടെ കണ്ടീഷൻ. അതിപ്പോൾ എത്ര കൊല്ലം ഉപയോഗിച്ചാലും. ഗൈസ് അടിപൊളി റോഡ് കേട്ടോ, നല്ല രസം. ചൂട് കുറച്ച് കുറഞ്ഞിപ്പോ. ഇനിയിപ്പോൾ അങ്ങ് കാണുന്ന ആ മലയെങ്ങാനായിരിക്കും ചിലപ്പം കൊള്ളി ഹിൽസ് എന്നെല്ലാം പറയുന്ന സാധനം. ഇനി നമുക്കൊരു 22 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ നാമക്കലേക്ക്. ഈ ഞാൻ പറയുന്ന പേരെല്ലാം ശരി തന്നെയാണോ ആവോ. അപ്പുറം ഇപ്പുറം എല്ലാം മലകളും തെങ്ങും നല്ല നാട്ടപ്പറക്കണ വെയിലും. നമ്മൾ സേഷൻ ചാവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല പൊളിയനും. ഇനി ഒരു 6 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. ഇന്ന് പിന്നെ വീക്ക് ഡേ ആണ്, വെനസ്ഡേ ആണ് ഇന്നിട്ടോ. വെനസ്ഡേയും ഇന്നും നാളെയും ഞാൻ ലീവാണ്. ലീവ് എടുത്ത് വരുന്നതാണ്. അപ്പം സാധാരണ എപ്പോൾ റൈഡ് പോകുന്നെങ്കിലും പോകുന്ന സമയത്തും ഏതെങ്കിലും ഒരു റൈഡേഴ്സിനെല്ലാം കാണലുണ്ടേനു. ഇന്ന് ആരെയും കണ്ടിട്ടില്ല കേട്ടാ. റോഡ് ഇങ്ങനെ കടല് പോലെ പരന്ന് നിവർന്നിങ്ങനെ കിടക്കുക. സ്പീഡ് എടുക്കുന്നത് നമ്മൾ തീരെ അറിയുന്നില്ല. പിന്നെ എനിക്കിപ്പോൾ മൈലേജ് കൂടുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഏകദേശം 29 കിലോമീറ്റർ പെർ ലിറ്ററിൻ്റെ അടുത്ത് മൈലേജ് ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ 27 ഇപ്പോൾ അത് കൂടി 29 അടുത്തായി. അപ്പോൾ സംഭവം എക്സോസ്റ്റ് വെച്ചിട്ട് വണ്ടി തീരെ ഓടിയിട്ടില്ല അധികം. ആകെ 40-50 കിലോമീറ്റർ തന്നെ ഓടിയത്. അപ്പോൾ ഈ എക്സോസ്റ്റ് മുമ്പ് യൂസ് ചെയ്ത ആൾക്കാർ പറഞ്ഞ ഈ എക്സോസ്റ്റിനൊരു സെറ്റാവുന്നൊരു ടൈമുണ്ട്. അതെനിക്ക് വന്നൊരു 100-300 കിലോമീറ്ററിൻ്റെ മേലെ ഓടിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഒന്ന് സെറ്റാവും എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ബോളും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് സിറ്റാവും അതിൻ്റെ അകത്ത്. നമ്മുടെ കാർബണും മറ്റേ ചൂടും മറ്റേ ഹീറ്റ് സൈക്കിളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയുടെ. അപ്പോൾ എനിക്കിപ്പോൾ സൗണ്ടും മാറ്റമുണ്ട്. സൗണ്ട് ഇപ്പോൾ നല്ല പടക്കം പോലത്തെ സൗണ്ടാണ്, നല്ല രസമുണ്ട്. ആദ്യം ഒരു മെറ്റൽ അടിക്കുന്ന പോലത്തെ സൗണ്ട് ഉണ്ടായിരുന്നു ഇത് വെച്ച പാട്. അന്നേരം ഞാൻ വിചാരിച്ചു അയ്യോ പൈസ പോയല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ എന്ത് മൂടാന്നറിയോ, കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോ വീഡിയോയിലും ഞാൻ കണ്ട്. എന്തിന് ChatGPT വരെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്നറിയോ, എക്സോസ്റ്റ് വെച്ച് റൈഡ് പോകുന്നേരം ഒരു ഇയർ പ്ലഗ് എന്തായാലും കരുതണം, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എനിക്കിപ്പോൾ എക്സോസ്റ്റ് വണ്ടി കൈ കൊടുക്കാണ്ട് നോർമൽ പോകുമ്പോൾ ഇറിറ്റേഷൻ വരുന്നത്, അത്രയും മൂടാ സാധനം. ക്യൂക്ക് ഷിഫ്റ്റർ ഇടുമ്പോൾ ഉള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ,
ആ ഇഗ്നീഷൻ കട്ടാകുന്ന ടക്ക് എന്നുള്ളൊരു സൗണ്ട് ഇല്ലേ, അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. ഇതെവിടെയാ സ്ഥലം? അങ്ങനെ നമ്മുടെ മാപ്പ് മാറ്റേണ്ട ടൈമായി. ഞാൻ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എടുത്തു, ഇത് വേറെ ഏതെല്ലോ ലൊക്കേഷനാണ്. എന്നെ ഇത് കാട്ടിലേക്ക് ഈ മാപ്പ് കൊണ്ടുവന്നൊന്നും അറിയില്ല കേട്ടോ. അയ്യോ, ഇത് ഏതെല്ലാം വഴിയിലൂടെയാണ് പോകുന്നത്? ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് പോയിട്ട് ഒരു ടൗൺ ഏരിയയിലേക്ക് ഇങ്ങനൊരു വഴിയിലൂടെ പോകുന്നത്. ഇതെന്ത് സംഭവം? കരിമ്പ. എനിക്കൊന്ന് റോഡ് പണിയാ അല്ലെങ്കിൽ റെയിൽവേ ക്ലോസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഡീവിയേഷൻ ആയിരിക്കും. അയ്യോ, ഹോട്ടലെത്തിക്കട്ടെ എങ്ങനെയെങ്കിലും. ഗൈസ്, ഇനി 1.7 കിലോമീറ്ററേ കാണുന്നുള്ളൂ ഹോട്ടലിലേക്ക്. ഏതോ കാട്ടിലാന്നല്ലോ ഹോട്ടലൊരു ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പ്. ഞാൻ ഫോട്ടോ നോക്കിയപ്പോൾ മനസ്സിലായി. ഞാൻ വിചാരിച്ചു ടൗണിലായിരിക്കും കേട്ടോ. ഇന്നത്തെ ട്രിപ്പിൽ ഓഫ് റോഡൊന്നും കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നതിനോ അപ്പം തന്നെ കിട്ടി. ആദ്യമായിട്ട് ഇങ്ങനെയുള്ളൊരു വഴി കൂടി ഹോട്ടലിൽ പോകുന്നത്. ഇതെന്താ പരിപാടി? കൊടുങ്കാട്. അവിടെ ആൾക്കാർ കിടന്നുറങ്ങുന്ന പണിക്കാരാന്ന് തോന്നുന്നു, കുറേ പെണ്ണുങ്ങൾ. അടങ്ങ് മോനെ അടങ്ങ്. പക്കാ ഗ്രാമം കേട്ടോ. ഇവിടെ ഞാനങ്ങനെ ഫുഡെല്ലാം കഴിക്കുമെന്ന് ആലോചിക്കുന്നു ഇപ്പോൾ. ചിലപ്പോൾ അപ്പുറത്തെ റോഡിൽ കൂടി വേറെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ മാപ്പ് കാണിക്കുന്ന ഷോർട്ട് കട്ട് ആണെങ്കിലോ. എന്തായാലും സ്ഥലം കൊള്ളാം. ഈ റൂട്ടിലാണ് കാണുന്നത്. വാട്ട് എ വൈബ്. കാളേൻ്റെ കൊമ്പിനെല്ലാം 2 കളർ അടിച്ചു കൊടുത്തേക്ക്. ആ കാണുന്ന ബിൽഡിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ എൻട്രി എവിടെയാ? ഹോട്ടൽ അടച്ചിട്ടേക്കുന്നു. നല്ല സെറ്റപ്പാന്ന് തോന്നുന്നു. ആരും ഇല്ലേ? ഒരാൾ വരുന്നുണ്ട്. പാർക്കിംഗ് എവിടെ? ഇവിടുന്ന് പോട്ടെ. ഇവിടെ നമ്മൾ സ്റ്റേ എടുക്കുന്നില്ല. കാരണം ഒന്നാമത് ഞാൻ ഈ ഓയോയിൽ കണ്ടിട്ട് നേരെ വന്നത് ഇതിൻ്റെ ലൊക്കേഷൻ മാത്രം ഇട്ട്. സ്ഥലം ഒന്നാമത് ഭയങ്കര 12 കിലോമീറ്റർ വേണം ടൗണിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത്രയും പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. പിന്നെ സിംഗിൾ റൂമാണ് ഞാൻ ആദ്യം എടുത്തത്. ആ സിംഗിൾ റൂമിലാണെങ്കിൽ കറണ്ടില്ല, ജനറേറ്ററും ഇല്ലാന്ന് തോന്നുന്നു. വേറെ റൂമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് ഒടുക്കത്തെ വില. സേലം പിടിച്ചിട്ട് അവിടെ നോക്കാം റൂം. അവിടെ നിന്നിട്ട് നാളെ രാവിലെ ഏർലി മോർണിംഗ് എടുത്തിട്ട് നേരെ പുള്ളി ഹിൽസ് കയറാം. ടൗണിൽ മാത്രമേ റൂം എടുക്കാവൂ. ഇത് ഞാൻ പാടം പിടിച്ച്. പിന്നെ മെയിൻ പ്രശ്നം റേഞ്ചില്ല. വിളിച്ചാലും കൂടിയും കിട്ടാൻ ചാൻസ് കുറവാണ്. വൈഫൈ ഒന്നും അതും ഇല്ലയെന്ന് പറഞ്ഞ് വെറുതെ റിസ്ക് എടുക്കണ്ട. താമസിക്കുന്ന ഒരാൾ പോലും ഇവിടെ ഞാൻ കാണുന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് സെറ്റാണ്. നല്ല അടിപൊളി ആംബിയൻസാണ്.
ഏതല്ലോ ഗ്രാമം, എന്താണോ സെറ്റപ്പ്. ഇവിടെ ഇവരെങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന ഒരു ഐഡിയയും കിട്ടാതെ. വെള്ളം തീരെ ഇല്ലാത്ത സ്ഥലമല്ലേ. അങ്ങനെ നമ്മൾ സേലം എത്തി. ഇനിയൊരു 1.8 കിലോമീറ്റർ കാണുന്ന ഹോട്ടലിലേക്ക്. ഇവിടെ പിന്നെ ഒന്നില്ലെങ്കിൽ കുറേ ഓപ്ഷൻ ഉണ്ടെന്നെങ്കിലും വിചാരിക്കാം. ഓ മറ്റെന്തേലും അങ്ങോട്ട് പോകുന്നവരെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചത്, അത്രയും റിമോട്ട് ഏരിയയിൽ. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ടൗണിലങ്ങ് എത്തുമെന്ന്, അതിൽ ആ കാട്ടിക്കൂടിയെല്ലാം പോയിട്ട്. ചേടാ കാട്ടിൻ്റെ നടുവ് തന്നെ റൂം. ഓ ഏതെല്ലോ ഊട് വഴി കൂടിയല്ല എന്നെ കൊണ്ടുവന്നത്. ബാറ യോ അണ്ണാ AC रूम இருக்கா? AC रूम AC रूम இருக்கா? ഇല്ല, നോൺ AC. ആ ശാരദ സാരദ സാരദ ഹോട്ടൽ ഫസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു നല്ലൊരു റൂം കിട്ടി. വലിയ AC റൂം തന്നെ കിട്ടി. എൻ്റെ അമ്മ ഇവിടെയുള്ള ചൂടില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂടാട്ടോ. ഇതാണ് റൂം. വലിയ സീനൊന്നുമില്ല, ഇത് തന്നെ അധികം ഒരാൾക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ എന്തായാലും കുറച്ച് ലോങ്ങായി പോയിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ബാക്കി അടിപൊളി വ്യൂവും കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ട് കൊള്ളി ഹിൽസിലേക്ക് പോകുന്ന വീഡിയോ കൂടി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. തളർന്ന് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ബൈ.